നാളെ കഴിഞ്ഞുള്ള നിങ്ങളുടെ പ്രോഗ്രാം? വർക്കിംഗ് ഡേ സർ. ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് വേറൊന്നുമില്ല സർ. ആ ദിവസം ഓഫീസിൽ പോകണ്ട. ഡോണ്ട് വറി, ആബ്സെൻ്റ് ആകാതെ ഞങ്ങൾ നോക്കിക്കോളാം. മിഥുല നിങ്ങളുടെ മകളാണോ? അതെ സർ. 2 ദിവസം മുമ്പ് സ്കൂളിൽ നടന്ന ഫംഗ്ഷനിൽ ഒരു പ്രധാനപ്പെട്ട VIP-യോട് നിങ്ങളുടെ മകളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആരാണ് ഈ ചോദ്യം പഠിപ്പിച്ചതെന്ന് മിഥുലയോട് ചോദിക്കുകയുണ്ടായി. എൻ്റെ അമ്മയാണെന്ന് അവൾ പറഞ്ഞു. അദ്ദേഹം നിങ്ങളെ അനുമോദിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മറ്റന്നാൾ രാവിലെ 8 മണിക്ക് താജ് ഹോട്ടലിൽ പ്രസിഡന്റിന്റെ കൂടെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഔദ്യോഗികമായി സർക്കാർ നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. നാളെ ഈവനിങ് 4 o'clock ഒഫീഷ്യൽ വെഹിക്കിൾസ് നിങ്ങളുടെ വീട്ടിലെത്തും. സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി നാളെ ചിലപ്പോൾ താജ് ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാളെ കൂടെ കൊണ്ടുവരാം. എന്നാൽ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച നിങ്ങളുമായിട്ട് മാത്രമാണ്. സോ ബി റെഡി ബിഫോർ 4 o'clock ടുമോറോ. സർ, ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് നാളെ 5 മണിക്ക് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞിരിക്കുക. ആ കേസിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. കുറച്ച് സമയത്തിനുള്ളിൽ ആ കേസിന്റെ ഫയൽ മൂടിക്കെട്ടിയിരിക്കും. അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. യു ആർ അണ്ടർ അവർ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഫ്രം ദിസ് മൊമെന്റ് യു ആർ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നല്ലോണം ശ്രദ്ധിച്ചായിരുന്നോ? ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണമെന്ന് കമ്മീഷണർ പറയോടി, വിവരം കേട്ടവളെ. അപ്പൊ നിങ്ങൾ മകളുടെ അടുത്ത് പറഞ്ഞായിരുന്നോ പ്രസിഡന്റിന്റെ അടുത്ത് ചോദിക്കാൻ? അവളുടെ സ്കൂളിൽ പ്രസിഡന്റ് വന്ന കാര്യം എനിക്കറിയില്ല. അല്ല, ഇനി മിഥിലയ്ക്കെങ്ങാനും കടങ്കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവളത് അങ്ങനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു കാണും. അങ്ങേര് കോരി തെറിച്ചിട്ടുണ്ടാവും. ആരാ? ഇന്ത്യൻ പ്രസിഡന്റ്? നിന്റെ തലകൊട്ടും. എന്താ? എന്തായാലും ഈ സംഗതി ലീക്കാവാൻ പോവാണ്. TV, പ്രസ് ഇവരെ കൊണ്ട് ഈ തെരുവിൽ നടക്കാൻ കഴിയാതെ. ഇന്റർവ്യൂ എടുക്കുമ്പോ എനിക്കും അടുത്തിരിക്കാവല്ലോ അല്ലേ? നീ എന്തിനാ? 40 വർഷമായിട്ട് ഞാൻ TV അല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. എന്നെ എപ്പോഴാ TV കാണുക? ഇന്റർവ്യൂ ഒന്നും കൊടുക്കരുതെന്ന് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ കൊടുത്താലും അവൾ എന്ത് ചോദിച്ചെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതറിയാം. സ്കൂള് വിട്ടു വരുന്ന സമയമാ. മിഥില വരട്ടെ. ഇതാണ് രാഷ്ട്രപതി ഭവൻ, അയാൾ താമസിക്കുന്ന സ്ഥലം. എന്റെ അമ്മേ. സ്വന്തം വീടാണ് വാടക വീടാ? ഗവൺമെന്റിന്റെ വീടാ, വാടകയൊന്നും ഇല്ല. ഇതെന്താ ഈ പറയുന്നേ? ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആകുമ്പം കുറച്ചെങ്കിലും വാടക കൊടുക്കണ്ടേ? നിന്റെ കൈ കൊണ്ട് ഒരു ചായ കുടിക്കണമെന്നുണ്ട്. പോയി ചായ ഇടാൻ നോക്ക്. വേഗല്ലേ. ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയ സമയത്ത് രാഷ്ട്രപതി ഭവൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു. അതാ പ്രസിഡന്റേ നിന്നെ കാണാൻ വരുന്നത്. അതെ, നിന്റെ കൂടെ ആരാ വരുന്നേ? ഞാനൊന്നും പോകുന്നില്ല. അദ്ദേഹം വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോട്ടെ. നിങ്ങൾ പോയില്ലെങ്കിലേ അദ്ദേഹം ഇങ്ങോട്ട് കറുത്ത പൂച്ചകളെ അയക്കും. നിന്നെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു വിടണോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ എടുത്തു നോക്കിയാ 10 പേർക്ക് ഈ ഭാഗ്യം കിട്ടുമോളെ. ഈ അവസരം പാഴാക്കി കളയരുത്. പക്ഷെ ആ ചോദ്യം അവളോട് ചോദിക്കാം. മിഥില മോളെ, പ്രസിഡന്റിനോട് നീ എന്താ ചോദിച്ചത്? എന്താന്ന് പറ മിഥി. പ്രസിഡന്റ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ് മിഥി, ആദ്യം നിന്റെ ദേഷ്യം മാറ്റിട്ട് അതെന്താന്നൊന്ന് പറ. ശരി, നീ എന്നോട് മിണ്ടണ്ട, ഞാനും നിന്നോട് മിണ്ടുന്നില്ല. എന്താ ചോദിച്ചെന്ന് മാത്രം പറ. എന്നോട് ചോദിച്ചാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല, മിഥില തന്നെ ചോദിച്ചതാന്ന് പറയും. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. ഇതെന്റെ അമ്മയുടെ ചോദ്യാന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്കിൽ നമുക്ക് കോംപ്രമൈസിലെത്താം.
ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞ് നിനക്ക് അയർലാൻഡ് പോകാനുള്ള ഏർപ്പാട് ചെയ്യാം. നീ എന്താ ചോദിച്ചെന്നൊന്ന് പറയടി. 13 വയസ്സായവളാ. തല പിന്നാൻ അറിയില്ല, ഒരു തുണി തേക്കാൻ അറിയില്ല. അമ്മ കുമ്മാന്ന് വിളിച്ചോണ്ട് വരുമല്ലോ, മുഖം പിടിച്ച് ഞാൻ തിരിക്കും. വാ, ഇവളെ ഞാൻ പെറ്റെടുത്തല്ലോ. ഞാൻ എഴുതി തന്ന ക്വസ്റ്റ്യൻസ് അല്ലേ നീ പ്രസിഡന്റിനോട് ചോദിച്ചത്? ദ റോൾ ഓഫ് റേഡിയോ ബിൽഡിംഗ് അവർ നേഷൻ. അത് എപ്പോഴേ സ്കൂളിൽ റിജക്ട് ചെയ്തു. ഓ, ഇവിടെ വെച്ചെന്നറിയില്ലല്ലോ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ആ ചന്ദനമഴ സീരിയലിലെ ഊർമിള കൊടുത്തിരുന്നൊരു സാരി കണ്ടില്ലായിരുന്നോ? വാസന്തി, സുഖായിരിക്കുന്നു? എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ. ഞാൻ ടി വി കണ്ടു, എന്ത് രസമായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടിയാന്ന് എല്ലാരോടും പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. നിങ്ങൾ അങ്ങ് ക്ഷീണിച്ചോ? ഓ, പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. നമുക്ക് ചേർന്നൊരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കൂ. ദാ. താങ്ക് യു. വരട്ടെ മോളെ. എന്റെ മരുമകളാ. വാസന്തി മേഡം അല്ലേ? അതെ മാം, ഞങ്ങൾ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ? എടി ദീപേ, വാ. എന്റെ മരുമകളാ. കൺഗ്രാറ്റ്സ് മാം. എന്ത് ചോദ്യായിരുന്നു അത്? ഒന്ന് കാണിച്ചേടി. അത് സസ്പെൻസ്, സെക്യൂരിറ്റി റീസൺസ്. അതാരാത്? കുറെ നേരമായിട്ട് സാരി എല്ലാം എടുത്ത് താഴെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. തുളസിയമ്മ, എന്താ ആ കടയിലെ ആ പൈനയും വിളിച്ചേ. സാറേ, ആ കൊച്ചിനെ എനിക്കറിയാം. പ്രസിഡന്റ് ഇവരെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. പത്രത്തിലും ടിവിയിലൊന്നും കണ്ടില്ലേ സാറേ? അങ്ങനെയാണോ? അതെ സാറേ. വലിയ വലിയ ആൾക്കാരായിരിക്കും. വെറും ഫോട്ടോയല്ലേ, എടുത്തോണ്ട് പോട്ടെ. എടി വാസന്തി, ഗിരിജ, നീ എവിടെയാ? ഓഫീസില് ക്യാൻറ്റീനിലേക്ക് പോണേന്. നിനക്കെന്താണ് മോളെ, നീ ലീവ് എടുത്തിട്ട് അടിച്ചു പൊളിക്കണല്ലേ? അത് പോട്ടെ ഗിരിജ, ആ ബബ്ലി മൂസ് എവിടെ? ആര്? റാണിയാ? ക്യാൻറ്റീനിലേക്ക് പോണുണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ട് പോ. എന്തിന്? വേഗം പോടി. ഞാൻ പ്രസിഡന്റിനെ കാണുന്ന കാര്യത്തെ കുറിച്ച് അവളുടെ മുന്നിൽ വെച്ച് സംസാരിക്കേ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ആ വാസന്തി, എന്ത് കളർ സാരിയാണ്? ഗിരിജ, പ്രസിഡന്റിനെ കുറിച്ച് ചോദിക്ക്. പ്രസിഡന്റ് സംസാരിച്ചെന്നാ? ആണോ? ഉച്ചയ്ക്ക് എല്ലാവർക്കും കൂടി ഊണാ? നിന്റെ സമയമാണ് കേട്ടോ. അവക്കെന്ത് പണി കിട്ടിയത് തന്നെ. കലക്ക് കലക്ക്. അത് നന്നായിട്ടാ. ഒറ്റ ദിവസത്തിനുള്ളിൽ പ്രസിഡന്റിനെ കാണുന്നു, ഗവർണറിനെ കാണുന്നു. ഇങ്ങനെ പോണെങ്കിലുണ്ടല്ലോ, നീ ഈ വർഷം തന്നെ ജൂനിയർ സൂപ്രണ്ടന്റ് ആയിട്ട് പ്രൊമോട്ട് ആവുന്ന തോന്നണം. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണോട്ടാ. ആഹാ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ തട്ടിപ്പോകും തോന്നുന്നല്ലോ. അവളുടെ കണ്ണീന്ന് ആറുപോലെ ഒഴുകുന്നുണ്ടാവല്ലേ. എനിക്കത് കാണാനുള്ള ഭാഗ്യല്ലല്ലോ. എന്താണ് വീടിന് ചുറ്റും പോലീസ് കാവലെന്നാ? കലക്കിയടി മോളെ. 1/4 പവന്റെ കമ്മൽ വാങ്ങിച്ച് ഞാൻ നിനക്ക് കാതിലിട്ട് തരും. ആ എന്താ? ഗവർണറുടെ മീറ്റിംഗ് ഫ്രൈഡേയാ. പിന്നെ പ്രസിഡന്റിന്റെ മീറ്റിംഗ് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഡിന്നർ ഉണ്ടാവും. മനോരമയിൽ ഉണ്ടായിരുന്നല്ലോ, നീ വായിച്ചില്ലേ? നിനക്കറിയാലോ, ഞാൻ എപ്പോഴും സിമ്പിൾ അല്ലേ. ഇപ്പോഴും ബസ്സിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓ മാം, മാം ഇരുന്നോളൂ. ഞാൻ വേണ്ട, അത് വേണ്ട. സാരമില്ല മാം, ഇരുന്നോളൂ. ഹലോ ഗിരിജ, ഞാൻ ഇനിയും പ്രസിഡന്റ് കണ്ടിട്ടില്ല. കാണുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ടതിന് ശേഷം പേപ്പർ ടിവിയിലൊക്കെ ഫോട്ടോ സഹിത കവർ സ്റ്റോറി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്ത പൂച്ചയോടൊപ്പം ആയിരിക്കും എന്റെ സവാരി. സർ, സമയാവുന്നു, വരാൻ പറയൂ. എല്ലാരോടും വെയിറ്റ് ചെയ്യാ. നീ പെട്ടെന്ന് വാ. എന്റെ പൊന്നു മോളല്ലേ, എനിക്കെന്തോ ടെൻഷനായിരിക്കുന്നു. ഇനിയെങ്കിലും പറ. എന്റെ വയറ്റിലുള്ളപ്പായിരുന്നു എന്റെ മോള്. അതിനുശേഷം അച്ഛന്റെ സ്വഭാവം തന്നെയാ നിനക്കും. അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരുന്നു.
നമസ്കാരം ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് ഫോൺ ചെയ്യണം. വരട്ടെ. പോയിട്ട് വാ. Good morning, ma'am. This is a wake-up call for you. Please be ready at 6:30 sharp for the journal check. Thank you. എന്തൊരു ഹോട്ടലാ ഇത്? ഫ്രിഡ്ജിൽ പാലും പച്ചക്കറിയാ വെക്കുന്നത്, പക്ഷെ ഇത് നമ്മളെ കൊണ്ട് വെക്കുകയാണല്ലോ. ശർക്കര മിഠായിയും കണ്ണിമാങ്ങ അച്ചാറും എനിക്ക് ജീവനാണെന്ന് പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ പേപ്പറിൽ വായിച്ചു. ഞാൻ തന്നതാണെന്ന് പറഞ്ഞങ്ങ് കൊടുത്തേക്ക്. മാം, we are moving. We should go. ആ ഏരിയ മുഴുവനും ബ്ലോക്ക് ചെയ്തു. ഓക്കെ സർ. ഗുഡ് മോർണിംഗ്. പ്രസിഡന്റ് ഏത് മാനസികാവസ്ഥയിലായിരിക്കും എന്നറിയില്ല. പറയാനുള്ളത് ചുരുക്കി പറയണം. ഇത് മുട്ടായും കണ്ണിമാങ്ങയും പ്രസിഡന്റിന്റെ അമ്മ തന്നയച്ചതാ. പ്ലീസ്. What is this? Mango pickle for the president. This? Shakkara mithai. What? Sweet for the president. No. These are not allowed inside the hall. Give it to me. Raise your hands. Please. അവിടുത്തെ സെക്യൂരിറ്റിയും ഇവിടുത്തെ സെക്യൂരിറ്റി ഡിസ്റ്റൻസ് മനസ്സിലായോ? Here. User constructed. Copy. Ma'am, I told you to switch off your mobile. Sorry, I forgot. You want me to hold that for you, ma'am? No, Sarila. Yeah, copy. President will be here in a minute. Stand up, ma'am. Step forward. Ma'am, here. Namaste. Sir, let's get a doctor. We'll take care of it. Please attend to her. There's a case of medical emergency. Quick. Yes, immediate medical assistance required. ആകാശവാണി തിരുവനന്തപുരം. വാർത്തകൾ വായിക്കുന്നത് സന്തോഷ് റാം. രാഷ്ട്രപതിയുടെ അറിയിപ്പിനെ തുടർന്ന് താജ് ഹോട്ടലിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായി ചെന്ന വാസന്തി എന്ന യുവതി രാഷ്ട്രപതിയെ കണ്ടയുടൻ രക്തസമ്മർദ്ദത്തെ തുടർന്ന് തലചുറ്റി വീണു.